നിവിൻ പോളിയെ നായകനാക്കി ബി ഉണ്ണികൃഷ്ണൻ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് പ്രതിച്ഛായ. ആ ഒരു സിനിമയിൽ കേരളത്തിൽ നടന്ന പല യഥാർത്ഥ സംഭവങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചില സിനിമാ റെഫറൻസുകളുമുണ്ട്. അവ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ആയിരത്തി 1994 രഘുനാഥ് പാലേരി എഴുതി സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായിരുന്നു പിൻഗാമി. ആ സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്ത് മോഹൻലാലിന്റെ ക്യാപ്റ്റൻ വിജയ് മേനോൻ ഇത്തരത്തിൽ ചില ഡയലോഗുകൾ പറയുന്നുണ്ട്. പിൻഗാമി, എന്റെ അച്ഛന്റെ മറുപടി നിനക്ക് തരാൻ വന്ന പിൻഗാമി. പ്രതിച്ഛായ സിനിമയിൽ അതേ ഒരു സന്ദർഭത്തിൽ നിവിൻ പോളിയുടെ കഥാപാത്രവും അത്തരത്തിൽ തന്നെ ഒരു ഡയലോഗാണ് പറയുന്നത്. പിൻഗാമി, എന്റെ അപ്പന്റെ മറുപടി നിനക്ക് നൽകാൻ വന്ന പിൻഗാമി. സിനിമയിൽ നിശാന്ത് സാഗർ അവതരിപ്പിച്ച ടോബിൻ വർഗീസ് എന്ന കഥാപാത്രം മാധ്യമങ്ങളെ കാണുന്ന രംഗമുണ്ട്. മുഖ്യമന്ത്രി മന്ദിരത്തിന് ഈ അവസ്ഥയുണ്ടായത് BJP MP ആയതിനു ശേഷമുള്ള നടൻ സുരേഷ് ഗോപിയുടെ ചില മാധ്യമപ്രവർത്തകരുമായുള്ള സംസാര രീതികൾ ഇത്തരത്തിൽ തന്നെയായിരുന്നു. അദ്ദേഹം പറഞ്ഞ ആളാകരുത് എന്ന ഡയലോഗാണ് നിശാന്ത് സാഗർ സിനിമയിൽ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഡയലോഗും പറയുന്നുണ്ട്. അടുത്ത അന്വേഷണം താങ്കളിലേക്ക് നീളുമോ? ഈ ചോദ്യവും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് ചോദിച്ചതാണ്. നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? സിനിമ കണ്ട മലയാളികൾക്കെല്ലാം അറിയാം, ഈ ഒരു സിനിമ പറയുന്നത് 2014 കാലഘട്ടങ്ങളിലെ കേരള പൊളിറ്റിക്സ് ആണ്. അന്ന് കേരളം ഭരിച്ച ഉമ്മൻചാണ്ടിയെയാണ് KN വർഗീസ് എന്ന കഥാപാത്രത്തിലൂടെ ബാലചന്ദ്ര മേനോൻ അവതരിപ്പിക്കുന്നത്. KPCC എന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ സിനിമയിൽ KPNC എന്നാണ് കാണിക്കുന്നത്. ഹരിശ്രീ അശോകൻ അവതരിപ്പിച്ച പുരുഷോത്തമൻ എന്ന കഥാപാത്രത്തിന് രമേശ് ചെന്നിത്തലയുമായിട്ടാണ് സാമ്യമുള്ളത്. അതുപോലെ തന്നെ KM മാണിയുടെ കഥാപാത്രം, കുഞ്ഞാലിക്കുട്ടിയുടെ കഥാപാത്രം എല്ലാം തന്നെ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. തങ്ങൾ വിളിച്ചിരുന്നു. തങ്ങൾക്കും ഞങ്ങൾക്കും ഒരേ അഭിപ്രായമാണ്. മുന്നണിയിൽ അതൊരു ഡിസൈഡിംഗ് ഫാക്ടർ. UDF മുസ്ലിം ലീഗിനുള്ള പവറിനെ കുറിച്ചും ഈ സിനിമയിൽ പറയുന്നുണ്ട്. അന്ന് പ്രതിപക്ഷത്തുള്ള പ്രധാന നേതാവായിരുന്നു ഇന്നത്തെ കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ. സായ്കുമാറാണ് പിണറായി വിജയനുമായി സാമ്യമുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. 2 സീറ്റ് ഭൂരിപക്ഷത്തിന്റെ നെടുപ്പിന് ഒരു മര്യാദയൊക്കെ വേണം കേട്ടോ. കണ്ണൂർ ജയദേവൻ എന്നാണ് ആ കഥാപാത്രത്തിന് നൽകിയ പേര്. CPIM എന്ന പാർട്ടിക്ക് പകരം CPNM എന്നാണ് സിനിമയിൽ കാണിക്കുന്നത്. ഒരുപാട് യഥാർത്ഥ സംഘടനകളെ കുറിച്ച് സിനിമയിൽ പറയുന്നുണ്ട്. DYFI, SFI തുടങ്ങിയ സംഘടനകൾ DUFI, SFY എന്നും ABVPയെ AIVP എന്നുമാണ് കാണിക്കുന്നത്. സിനിമ ആരംഭിക്കുന്നത് 2014 കേരളത്തെ പിടിച്ചുകുലുക്കിയ ബാർ കോഴ വിവാദം കാണിച്ചുകൊണ്ടാണ്. അന്ന് CPM നടത്തിയ സെക്രട്ടേറിയറ്റ് വളയൽ സമരമാണ് സിനിമയുടെ ആദ്യം. ഏകപക്ഷീയമായി അംഗീകരിക്കാൻ മുഖ്യമന്ത്രി അതുകൊണ്ട് നിർബന്ധിതമായിരിക്കും. അതിൽ പറയുന്നതോ പിണറായി വിജയൻ പറഞ്ഞ ഒരു ഡയലോഗ് തന്നെയാണ്. സായ്കുമാറിന്റെ കഥാപാത്രം മറ്റൊരു സന്ദർഭത്തിലും പിണറായി വിജയൻ പറഞ്ഞ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ പേടിക്കണ്ടല്ലോ. സാധാരണ പറയാറില്ലേ, മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കണ്ടു. കേരളത്തിലെ 5 സ്റ്റാർ ബാറുകളല്ലാത്ത എല്ലാ ബാറുകളും അടച്ചുപൂട്ടിയ ഒരു കാലഘട്ടത്തിലായിരുന്നു ഇത്തരത്തിലൊരു വിവാദമുണ്ടായത്. 2015 ഏപ്രിൽ മുതൽ കേരളത്തിൽ 5 സ്റ്റാർ ബാറുകൾ മാത്രമേ ഉണ്ടാകൂ എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തിൽ ഇനി 5 സ്റ്റാർ ഹോട്ടലുകൾ മാത്രം മതി. കേരളത്തിലെ ബാറുകൾക്ക് ഇനി മുതൽ 5 നക്ഷത്രങ്ങൾ വേണമത്രേ. നമ്മുടെ നാട്ടിൽ ഇനി ബാറുകളില്ല. പ്രതിപക്ഷത്തിന്റെ സമരത്താൽ കേരളത്തിലെ മുഴുവൻ ബാറുകളും അടിച്ചുപൂട്ടിയതായിട്ടാണ് സിനിമയിൽ കാണിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. കേരളത്തിലെ 5 സ്റ്റാർ ഹോട്ടൽ ഉടമകളിൽ നിന്നും 100 കോടി രൂപയിലധികം മുഖ്യമന്ത്രിയും മകനും ചേർന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ബാറുകൾക്ക് ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ടി ഇവർ കോഴ കൊടുക്കാൻ തയ്യാറാകുന്നു. ആ അവസരം ഉപയോഗിച്ച് കോഴ വാങ്ങാൻ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ തയ്യാറാകുന്നു. യഥാർത്ഥത്തിൽ സോളാർ കേസിലായിരുന്നു അന്ന് പ്രതിപക്ഷം സെക്രട്ടേറിയറ്റ് വളഞ്ഞത്. സമരത്തെ തുടർന്ന് മുഖ്യമന്ത്രിക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. സിനിമയിൽ ഒരിടത്ത് ബാലചന്ദ്ര മേനോന്റെ കഥാപാത്രം ഇത്തരത്തിൽ ചില ഡയലോഗുകൾ പറയുന്നുണ്ട്. കുറച്ച് യൂത്തമാര് പടക്കവും ചുവന്ന മഷിയൊക്കെ കൊടുത്ത് ഉപരോഗം നടന്നിടത്ത് അയച്ചായിരുന്നില്ലയോ? അയച്ചായിരുന്നു. അത് യഥാർത്ഥത്തിൽ കേരളത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. കോൺഗ്രസ് വിദ്യാർത്ഥി സംഘടനകളും യുവാക്കളും ചേർന്ന് നടത്തിയൊരു സമരത്തിനിടയിൽ സമരത്തിന് ശേഷം അവിടെ ചില മഷിക്കുപ്പികൾ കണ്ടെത്തിയതായിരുന്നു സംഭവം. കുറച്ച് യൂത്തമാര് പടക്കവും ചുവന്ന മഷിയൊക്കെ കൊടുത്ത് ഉപരോഗം നടന്നിടത്ത് അയച്ചായിരുന്നില്ലയോ? അയച്ചായിരുന്നു. സമരത്തിൽ പരിക്കേറ്റുവെന്ന് വ്യാജമായി കാണിക്കാൻ വേണ്ടി ശരീരത്തിൽ ചുവന്ന മഷി പുരട്ടിയതായിരുന്നു അത്. ആ ഇൻസിഡന്റുകളെ കുറിച്ചൊക്കെയാണ് ബാലചന്ദ്ര മേനോന്റെ ഈ ഡയലോഗിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തായിരുന്നു ജനസമ്പർക്ക പരിപാടികൾ ഏറെ ശ്രദ്ധേയമായത്. ആ സംഭവങ്ങളെല്ലാം തന്നെ ഈ സിനിമയിലും കാണിക്കുന്നുണ്ട്.
എല്ലാം ശരിയാക്കി. എല്ലാ പരാതികളും നേരിട്ട് മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന ഒരു സംഭവമായിരുന്നു അത്. ഈ സിനിമയിലെ പ്രധാന സംഭവം ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് സോളാർ കേസും അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ വന്ന ലൈംഗിക ആരോപണവുമാണ്. നിഷ ചന്ദ്രകുമാർ എന്ന പേരിൽ സരിത എസ് നായരുമായി സാമ്യമുള്ളൊരു കഥാപാത്രത്തെയാണ് ആൻ അഗസ്റ്റിൻ സിനിമയിൽ അവതരിപ്പിച്ചത്. ഉമ്മൻചാണ്ടിക്കെതിരെ സരിതയുടെ വെളിപ്പെടുത്തൽ എന്ന പോലെ തന്നെ ഒരു സംഭവമാണ് ഈ സിനിമയിലും കാണിക്കുന്നത്. സിഎമ്മിനെ എവിടെ വെച്ചാ കാണുന്നത്? സിഎമ്മിന്റെ ഓഫീസിൽ വെച്ചിട്ടാണ് കണ്ടത്. വീട്ടിലെത്തിയപ്പോൾ പാപ്പച്ചൻ ചേട്ടൻ സിഎം അകത്തെ റൂമിലുണ്ട്, ചെന്ന് കാണാൻ പറഞ്ഞു. ഞാൻ 5:30 അവിടെ ചെല്ലുമ്പോൾ ജോബ് വന്ന് എന്നെ വിളിച്ച് സാറിന്റെ റൂമിൽ കൊണ്ടുവന്നു. ഒരു വിശ്രമ മുറിയാണ്. പക്ഷേ സോളാർ സ്കാമുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചൊന്നും തന്നെ സിനിമ പറയുന്നില്ല. സിനിമ ഫോക്കസ് ചെയ്യുന്നത് മുഖ്യമന്ത്രിക്കെതിരെ വന്ന ലൈംഗിക ആരോപണത്തെക്കുറിച്ച് മാത്രമാണ്. ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും അറിഞ്ഞ് നമ്മളൊരു വീക്ക് പോയിന്റിലെത്തി അദ്ദേഹത്തിന്റെ ഈ പ്രശ്നങ്ങളിലേക്ക് ഞാൻ ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നില്ല. കാര്യം ഇപ്പൊ എല്ലാവരും വായിച്ചിട്ടുണ്ട്. നിങ്ങളെ ഭീഷണിപ്പെടുത്തി ബലം പ്രയോഗിച്ച് സിഎം ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണോ പറയുന്നത്? ക്ലിഫ് ഹൗസിൽ വെച്ച് ഉമ്മൻചാണ്ടി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് സരിത കത്തിൽ വെളിപ്പെടുത്തുന്നു. അക്കാലത്ത് കണ്ണൂരിൽ വെച്ച് ഉമ്മൻചാണ്ടിയുടെ കാറിന് നേരെ കല്ലേറുണ്ടായിരുന്നു. ആ കല്ലേറിൽ ഉമ്മൻചാണ്ടിക്കും പരിക്കേറ്റിരുന്നു. ആ സംഭവങ്ങളെയൊക്കെ തന്നെ ഈ സിനിമയിലും കൊണ്ടുവന്നിട്ടുണ്ട്. കരിങ്കൊടി പ്രതിഷേധം ഭയന്ന് പൊതുജനങ്ങളുടെ കറുത്ത മാസ്ക് അഴിപ്പിച്ചു 2ാം ദിവസവും മുഖ്യമന്ത്രിക്ക് സുരക്ഷ. അദ്ദേഹത്തിനെതിരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായ കാലത്ത് നവകേരള സദസ്സടക്കം അദ്ദേഹം പങ്കെടുത്ത പല പരിപാടികളിലേക്കും വരുന്നവരോട് കറുത്ത മാസ്ക് മാറ്റി വെള്ള മാസ്ക് ധരിക്കാൻ നിർദ്ദേശിച്ചതായി വാർത്തകൾ വന്നിരുന്നു. ഈ കറുപ്പ് ഷർട്ട് എന്താ അങ്ങനെ ഒരു തീരുമാനം? കറുപ്പിനെന്താ കുഴപ്പം? കറുപ്പിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ആ ഒരു കറുപ്പിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു രംഗമായിരിക്കാം ഈ സിനിമയിൽ നിവിൻ പോളി പറയുന്നത്. ഹരിശ്രീ അശോകന്റെ കഥാപാത്രം ഇത്തരത്തിൽ ചില ഡയലോഗുകൾ സിനിമയിൽ പറയുന്നുണ്ട്. എനിക്ക് ഇനിയും ചങ്ങനാശ്ശേരി ആലപ്പുഴ വഴിയൊക്കെ യാത്ര ചെയ്യാനുള്ളതാ. ഈ ഡയലോഗിലൂടെ UDF-ലെ സാമുദായിക സംഘടനകളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത് സുകുമാരൻ നായരുടെ NSSനെ കുറിച്ചാണ്. ആലപ്പുഴ എന്നത് SNDP-യെ കുറിച്ചായിരിക്കാം. സിനിമയിൽ നിവിൻ പോളി മുഖ്യമന്ത്രിയായതിനു ശേഷം ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നു. നിശ്ചിത വരുമാനത്തിന് താഴെയുള്ള സാധാരണ ജനങ്ങൾക്ക് ഇന്റർനെറ്റ് തീർത്തും സൗജന്യമാക്കുന്ന IT നയമാകും സർക്കാർ പ്രഖ്യാപിക്കുക. K-ഫോണിലൂടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 20 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് സൗജന്യമായി. കേരളത്തിൽ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ സർക്കാർ നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു K-ഫോൺ. ആ ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഈ സിനിമയിൽ പറയുന്നത്. ബി ഉണ്ണികൃഷ്ണൻ സിനിമകളുടെ അതേ നിലവാരം തന്നെയാണ് സിനിമയ്ക്കുണ്ടായത്. മേക്കിങ്ങിൽ ക്വാളിറ്റി ഉണ്ടെങ്കിലും കഥ പറച്ചിലും തിരക്കഥയിലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. സിനിമയിൽ പലയിടത്തും പല ഫ്രെയിമുകളും ലൂസിഫർ സിനിമയെ അനുകരിക്കുന്നത് പോലെയാണ് തോന്നിയത്. പല അനാവശ്യ രംഗങ്ങളിലും BGM-ഉം സ്ലോ മോഷനും ഇട്ട് കാണിക്കുന്നതെല്ലാം തന്നെ അരോചകമായിട്ടാണ് തോന്നിയത്. നിവിൻ പോളിയുടെ കഥാപാത്രത്തെ വേണമെങ്കിൽ നമുക്ക് ചാണ്ടി ഉമ്മനുമായിട്ട് താരതമ്യം ചെയ്യാവുന്നതാണ്. പക്ഷേ മുഖ്യമന്ത്രിയൊന്നും തന്നെ ആയിട്ടില്ല. സിനിമ പൂർണ്ണമായിട്ടും ഫിക്ഷനാണ്. ഉമ്മൻചാണ്ടിയുടെ ചില ബേസിക് സംഭവങ്ങൾ മാത്രം സിനിമയിലേക്ക് എടുത്തിട്ടുണ്ട്. ഈ സിനിമയിൽ എവിടെയും തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരെ വിമർശിക്കുന്നില്ല, കുറ്റമായിട്ടൊന്നും തന്നെ കാണിക്കുന്നുമില്ല. ഉമ്മൻചാണ്ടി നിരപരാധി ആയിരുന്നു എന്നാണ് സിനിമ പറഞ്ഞു വെക്കുന്നത്. എല്ലാ കുറ്റങ്ങളും കോർപ്പറേറ്റുകളുടെ തലയിലാണ് ഇടുന്നത്. മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരെ ആരെയും തന്നെ കുറ്റപ്പെടുത്തുന്നില്ല. യഥാർത്ഥ സംഭവങ്ങളെല്ലാം തന്നെ മലയാളികൾക്ക് വ്യക്തമായി അറിയുന്ന കാര്യമാണ്. സിനിമയ്ക്ക് അതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഒത്തുവന്ന ഒരു കൂത്തുപറമ്പോ മുത്തങ്ങയോ. ഈ സിനിമയെ ഒരു പ്രൊപ്പഗണ്ട സിനിമയായിട്ടാണോ നിങ്ങൾ കണ്ടത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുമല്ലോ. സിനിമയിൽ കാണിച്ചിരിക്കുന്ന മറ്റു റെഫറൻസുകൾ അറിയാമെങ്കിൽ അവയും കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.